ഹലോ നമസ്കാരം, ഞാൻ ബെൻസി. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ന്യൂസിലാൻഡിൻ്റെ നോർത്ത് ഐലൻഡിൽ നിന്നും സൗത്ത് ഐലൻഡിലോട്ട് പോകുന്ന ദിവസമാണ്. വെല്ലിംഗ്ടൺ ടു പിക്ടൺ ഇന്റർ ഐലൻഡ് ഫെറിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഫെറി കാഴ്ചകളാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കാറോട് കൂടിയാണ് സൗത്ത് ഐലൻഡിലേക്കുള്ള ഫെറി യാത്ര. ഡിപ്പാർച്ചർ ടൈമിന് 1 മണിക്കൂർ മുന്നേ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് ഞങ്ങൾ എത്തി. ചെക്ക് ഇൻ കഴിഞ്ഞ് ഓരോ കാറുകളും അതിൻ്റെ ലൈനുകൾ നമ്മൾ പാർക്ക് ചെയ്തിരിക്കുകയാണ് ബോർഡിങ്ങിന് വേണ്ടിയിട്ട്. ഓരോ സ്ഥലത്തും അവരുടെ സ്റ്റാഫിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോകാനുള്ള ഫെറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഓരോ കാറുകളായിട്ട് അകത്തേക്ക് കയറി തുടങ്ങി. ആദ്യം വലിയ ട്രക്കുകളും ട്രെയിലേഴ്സും ഒക്കെയാണ് അവർ കയറ്റി വിടുന്നത്. പിന്നീടാണ് കാറുകൾ. പെഡസ്ട്രിയൻസിന് ഡിഫറെൻറ്റ് എൻട്രി ആണുള്ളത്. ഇതുപോലെ തന്നെ സെയിം ഒരു യാത്ര ഞങ്ങൾ ഓസ്ട്രേലിയയിൽ മെൽബൺ ടു ടാസ്മാനിയ പോകുന്ന സ്പിരിറ്റ് ഓഫ് ടാസ്മാനിയയിൽ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ന്യൂസിലാൻഡിലും എങ്ങനെയാണ് ഈ ഫെറി യാത്ര. അങ്ങനെ നമ്മളിതേ ഷിപ്പിൻ്റെ എൻട്രിയിൽ എത്തിയിട്ടുണ്ട്. ഓരോ കാറുകളായിട്ട് ഷിപ്പിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്റർ ഐലൻഡർ മാത്രമല്ല, ബ്ലൂ റിഡ്ജ് അതുപോലെ തന്നെ വേറെയും കമ്പനികൾ ഇതുപോലെ സെയിലിംഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി. ഇനി അവർ പറയുന്നതനുസരിച്ച് നമ്മൾ കാറ് പാർക്ക് ചെയ്യാനാണ് പോകുന്നത്. വലിയ ട്രക്സും ട്രെയിലേഴ്സും എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാറുകൾ മാത്രം പാർക്ക് ചെയ്യുന്ന ഒരു സെക്ഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും സ്റ്റാഫുണ്ട് നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഷിപ്പിൽ 500 പാസഞ്ചേഴ്സും ഏകദേശം 500 തന്നെ കാറുകളും 65 ട്രക്സും 100 ട്രെയിലേഴ്സും ഒക്കെയാണ് ഫിറ്റിംഗ് ചെയ്യുന്നത്. വലിയ ട്രക്സ് എല്ലാം ചെയിൻസ് വെച്ച് സെക്യൂർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് ഞങ്ങൾ കപ്പലിൻ്റെ മേളിലത്തെ നിലയിലോട്ട് പോവുകയാണ്. ഈ ഒരു ഫെറിക്ക് 10 ഡെക്സ് ആണുള്ളത്. അപ്പോൾ നമ്മൾ പോകുന്നത് ഏറ്റവും മേളിലുള്ള ഔട്ട്ഡോർ വ്യൂവിംഗ് ഡെക്കിലോട്ടാണ്. അങ്ങനെ ഞങ്ങൾ 10ാമത്തെ നിലയിലുള്ള വ്യൂവിംഗ് ഡെക്കിലെത്തിയിട്ടുണ്ട്. അവിടെ എല്ലാവരും തന്നെ സീറ്റ് പിടിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്കും കിട്ടി സീറ്റ്. അവിടെ നിന്ന് വെല്ലിംഗ്ടൻ്റെ ഭംഗിയെല്ലാം ഒന്ന് ആസ്വദിക്കുകയാണ്. കറക്റ്റ് സമയത്തിന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഒട്ടും ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ യാത്ര തുടങ്ങി. നമ്മുടെ ഫെറി മൂവ് ചെയ്യാൻ തുടങ്ങി. വെല്ലിംഗ്ടണിൽ നിന്നും പിക്ടണിലോട്ട് ഏകദേശം 93 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ആണുള്ളത്. അത് ഏകദേശം 3.5 മണിക്കൂർ കൊണ്ടാണ് ഫെറി കവർ ചെയ്യുന്നത്. ദ കുക്ക് സ്ട്രൈറ്റിലൂടെയാണ് ഈ ഫെറി പോകുന്നത്. ഈ ഒരു ഫെറി റൈഡ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫെറി റൈഡ്സ് ഇൻ ദ വേൾഡ് എന്നാണ് പറയപ്പെടുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് ഡേ ആയിരുന്നു. എങ്കിൽ പോലും നല്ല കാറ്റുണ്ടായിരുന്നു. ഇന്റർ ഐലൻഡർ ഫെറി ഒരു ദിവസം 5 ട്രിപ്പ് നോർത്ത് ടു സൗത്തും സൗത്ത് ടു നോർത്തും സെയിലിംഗ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ടിക്കറ്റ് പ്രൈസ് ഒരാൾക്ക് $20, ഒരു കാറിന് $30 ഈ ഫെറിയിൽ മനുഷ്യർ മാത്രമല്ല, വലിയ ട്രക്സിൽ ഒരുപാട് ആനിമൽസും ട്രാവൽ ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ പെറ്റ്സിനെയും കൊണ്ട് യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പെറ്റ്സ് ആയിട്ട് വരുന്നവർക്ക് സെപ്പറേറ്റ് ലോഞ്ച് തന്നെയുണ്ട്.
അങ്ങനെ കുറച്ചു നേരം വ്യൂവിംഗ് ഡെക്കിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും അകത്തെ കാഴ്ചകൾ കാണാനുമായി അകത്തേക്ക് പോയി. അവിടെ പല നിലകളിലായിട്ട് റെസ്റ്റോറൻറ്റ്സും ഫുഡ് കൗണ്ടേഴ്സും അവൈലബിൾ ആണ്. അവിടെ ഹോട്ട് ഡ്രിങ്ക്സും ഹോട്ട് ഫുഡും മാത്രമല്ല ചെറിയ സ്നാക്സും സോഫ്റ്റ് ഡ്രിങ്ക്സും എല്ലാം അവൈലബിൾ ആണ്. കൂടാതെ സെപ്പറേറ്റ് ബാറും ഉണ്ട്. ഈ ഫെറിയിൽ ഫ്രീ വൈഫൈയും അവൈലബിൾ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് കിഡ്സ് ആക്ടിവിറ്റി ഏരിയയിലോട്ടാണ്. കുട്ടികളെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് ഒരു വലിയ പ്ലേ ഏരിയ തന്നെ അവിടെ ഉണ്ടായിരുന്നു. കൂടെ ഒരു സിനിമ തിയേറ്ററും ഉണ്ടായിരുന്നു. അങ്ങനെ പിള്ളേരെ അവിടെ കളിക്കാൻ വിട്ടതിന് ശേഷം ഞങ്ങൾ ഫെറിയിലെ ബാക്കി കാഴ്ചകൾ കാണാനായിട്ട് പോയി. പിക്ചൻ എത്താറായപ്പോഴത്തേക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയിരുന്നു പുറത്ത്. അപ്പോൾ ഞങ്ങൾ നേരെ വ്യൂയിങ് ഡെക്കിലേക്ക് തന്നെ പോന്നു.
3.5 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അങ്ങനെ പിക്ചണിലെത്തി. ഞങ്ങളുടെ ഈ ഫെറി യാത്രയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. സൗത്ത് ഐലൻഡിലെ കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ടേക്ക് കെയർ. ബൈ.